അങ്ങനെ സൺഡേ ഇതാ പതിപോലെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു പറഞ്ഞ് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയിട്ട് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. നല്ല കത്തണ വെയിലാണ്. ഒരു എണ്ണയിലിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക ആമാതിരി കത്തണ വെയിലാണ്. അങ്ങനെ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് പിന്നെ എന്ത് കഴിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ വേറെ എന്താ പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പഴം എടുക്കുന്നു, കട്ട് 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 വേഗം നമ്മൾ നെയ്യിലിടുന്നു, വാട്ടിയെടുക്കുന്നു, കഴിക്കുന്നു. അപ്പോൾ വയറിന് കുറച്ചൊരു ശമനമൊക്കെ ആയി. എന്നാലും അത്യാവശ്യം നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെ ഉച്ചത്തേക്കുള്ള ഭക്ഷണം പെട്ടെന്നേ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാ അരി കിടന്ന് തിളയ്ക്കുന്നുണ്ട്. നമ്മൾ മുട്ടച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മുട്ടച്ചോറുള്ള പ്രിപ്പറേഷനാണ് ഈ നടക്കുന്നത്. എന്താ പറയുക, ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അതിങ്ങനെ ഷഡപ്പെടുന്ന അങ്ങ് ഓടിപ്പോവാണ് കേട്ടോ. രാവിലെ കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്നതെങ്കിൽ അന്ന് ദിവസം പോയി. ഇപ്പം ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, പോയിട്ട് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴത്തേക്കും വൈകിട്ടായി. പിന്നെ പിറ്റേ ദിവസം നമുക്കത് ഓഫീസിലും പോകണമല്ലേ. പിന്നെ പൊതുവേ ഈ മാർച്ച് എന്ന് പറഞ്ഞാൽ ഈ മാസം എന്തോ കുറച്ച് ഇഴഞ്ഞാലേ പോകുന്നത്. അതെന്താ അങ്ങനെ, അതെനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ നമ്മുടെ ഫുഡായിട്ടുണ്ട്. പിന്നെ അത് കഴിക്കുന്ന പരിപാടിയിലാണ്. ഈ കുറേ ദിവസം ഹോസ്റ്റലിൽ നിന്നും അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവരുടെ കൂടെ ഇരുന്ന് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കി ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതൊരു ഭയങ്കര വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ്. എന്താ പറയണേ, ഒരു ഒരു ഹോംലി ഫീൽ എന്നൊക്കെ തോന്നും, നമുക്ക് പറയാം. അങ്ങനെ പിന്നെ അത് കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നടന്ന് കഴിച്ച് പിന്നെ കുറച്ച് മധുരമൊക്കെ ആവാമല്ലോ. അങ്ങനെ അലുവ ഉണ്ടായിരുന്നു, അതും കഴിച്ച് പിന്നെ നമ്മൾ നേരെ ഉറക്കം പോയിട്ടോ. അങ്ങനെ ഉറങ്ങിയിട്ട് പുറത്ത് നല്ല മഴയാണ്. പിന്നെ നമ്മുടെ പഴംപൊരിയുടെ പഴംപൊരി നമ്മുടെ പഴത്തിന് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതെടുത്ത് വേഗം പഴംപൊരിയൊക്കെ ആക്കി അവിടെ കഴിച്ചപ്പോഴത്തേക്കും തന്നെ വൈകിട്ടായി. ഇനിയിപ്പോൾ എന്താ നാളെ പോകണം. അപ്പോൾ അത്രേ ഉള്ളൂ.